മോർണിംഗ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷനാണ്. ആദ്യം ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷണൽ മോഷനിലെ ഫോഴ്സിൻ്റെ എഫക്റ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്ക് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്, ടോ ഈക്വൽ ടു, ആ ടോർക്ക് കഴിഞ്ഞിട്ടൊരു ചിഹ്നമില്ലേ, അത് നമുക്ക് ടോ എന്നാണ് വായിക്കുക. അപ്പോൾ ടോ എന്ന് പറഞ്ഞാൽ ടോർക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കാണാനുള്ള ഇക്വേഷനാണ് ടോ ഈക്വൽ ടു ഐ ആൽഫ. ഓക്കെ, ടോ ഈക്വൽ ടു ഐ ആൽഫ. ദെൻ വേറെ ഇക്വേഷൻസ് ഉണ്ട്, ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ഇവിടെ ആവശ്യമുള്ളൊരു ഇക്വേഷനാണ് ടോർക്ക് ഈക്വൽ ടു, ദാറ്റ് ഈസ് ടോ ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എഫ് ഈക്വൽ ടു എം എ നമ്മൾ സൈഡിൽ എഴുതിയിട്ടൊരു ഇക്വേഷൻ കണ്ടില്ലേ, എഫ് ഈക്വൽ ടു എം എ, ഇത് നമ്മൾ പഠിച്ചതാണ്. ഈ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്, അത് റൊട്ടേഷണൽ മോഷനിലാവുമ്പോൾ എന്തായി, ടോന്നായി. മാസിന് പകരം എന്താണ്, ഐ എന്ന് എഴുതുക. എ പറഞ്ഞാൽ അവിടെ ലീനിയർ ആക്സിലറേഷൻ ആയിരുന്നു, ഇവിടെ എന്താണ്, ആംഗുലാർ ആക്സിലറേഷനാണ്. അപ്പോൾ എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷന് സിമിലർ ആയിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ള ഇക്വേഷനാണ് ടോ ഈക്വൽ ടു ഐ ആൽഫ. ഓക്കെ, ദെൻ ഐ ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ആൽഫ ഈസ് ദ ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ ആ ടേം നമ്മൾ പഠിച്ചതാണ്. ഐ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ആൽഫ പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ. ടോർക്കിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആംഗുലാർ മൊമെൻറ്റം. നമ്മൾ ലീനിയർ മൊമെൻറ്റം പഠിച്ചിട്ടുണ്ട്, പി ഈക്വൽ ടു എം വി. അത് റൊട്ടേഷണൽ മോഷനിലാവുമ്പോൾ അറിയപ്പെടുന്നത് ആംഗുലാർ മൊമെൻ്റ് എന്നാണ്. റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എൽ ആണ്. കാണാനുള്ള ഇക്വേഷനാണ് എൽ ഈക്വൽ ടു ഐ ഒമേഗ. ഐ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ആംഗുലാർ മൊമെൻറ്റം എൽ ഈക്വൽ ടു ഐ ഒമേഗ. ഐ ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ഒമേഗ ഈസ് ദ ആംഗുലാർ വെലോസിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ടോർക്കും ആംഗുലാർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അപ്പോൾ നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷൻ ടോ ഈക്വൽ ടു ഐ ആൽഫ എന്ന് പഠിച്ചു. അപ്പോൾ ദെൻ ടോ ഈക്വൽ ടു ഐ ആൽഫ. ആംഗുലാർ ആക്സിലറേഷനാണ് ആൽഫ. ആംഗുലാർ ആക്സിലറേഷൻ എങ്ങനെ കാണുക? ഫൈനൽ ആംഗുലാർ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ ആൽഫ കാണാനുള്ള ഇക്വേഷൻ ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ ടി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൽഫ ഈക്വൽ ടു ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ ടി. അപ്പോൾ അത് ആ ടോ എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ടോ ഈക്വൽ ടു ഐ, ആൽഫയ്ക്ക് പകരം ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ ടി. ഞാൻ ഐ എന്നുള്ള ടേം ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ടോ ഈക്വൽ ടു ഐ ഒമേഗ 2 മൈനസ് ഐ ഒമേഗ 1 ബൈ ടി. ബട്ട് ഐ ഒമേഗ ഈക്വൽ ടു എൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ, എൽ ഈക്വൽ ടു ഐ ഒമേഗ എന്ന്. അപ്പോൾ ഐ ഒമേഗയ്ക്ക് പകരം എന്ത് എഴുതാം, എൽ. അപ്പോൾ ഐ ഒമേഗ 2ന് പകരം എന്ത് എഴുതാം, L2. ഓക്കെ, അപ്പോൾ ദെൻ ടോ ഈക്വൽ ടു L2 മൈനസ് L1 ബൈ ടി. എന്താണ് L2? ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം. L1ഓ ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ഫൈനൽ ആംഗുലാർ മൊമെൻറ്റത്തിൽ നിന്ന് ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം മൈനസ് ചെയ്ത് ടൈം കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോർക്ക് കിട്ടും. ദാറ്റ് ഈസ് ടോ ഈക്വൽ ടു L2 മൈനസ് L1 ഡിവൈഡഡ് ബൈ ടി. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈക്വൽ ടു ടോർക്ക്. ഇത് സമയത്തിനനുസരിച്ച് ആംഗുലാർ മൊമെൻറ്റത്തിലുണ്ടാവുന്ന ചേഞ്ചാണ് എന്ത്, ടോ. ദാറ്റ് ഈസ് ടോ ഈക്വൽ ടു L2 മൈനസ് L1 ബൈ ടി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ അതിൻ്റെ മുന്നേ സൈഡിലുള്ള ഇക്വേഷൻ കെ ഇ എന്നുള്ള ഇക്വേഷൻ നോക്കുക. കൈനറ്റിക് എനർജി, ലീനിയർ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്, ഹാഫ് എം ഇ സ്ക്വയർ. അത് റൊട്ടേഷണലിലാവുമ്പോഴാണ് റൊട്ടേഷണൽ കൈനറ്റിക്, അതായത് റൊട്ടേഷണൽ മോഷനിലുണ്ടാവുന്ന കൈനറ്റിക് എനർജിക്കാണ് എന്ത് പറയുന്നത്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കെ ഈക്വൽ ടു ഹാഫ് എം ഇ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എങ്ങനെ മാറും? ഇ ഈക്വൽ ടു, ഇ എന്ന് പറയുന്നത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ഹാഫ്. അങ്ങനെ തന്നെ ഹാഫ് മാസിന് പകരം എന്ത് കൊടുക്കുക, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ എന്ന് കൊടുക്കുക. വിക്ക് പകരം എന്ത് കൊടുക്കുക, ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ദെൻ വി സ്ക്വയറിന് പകരം ഒമേഗ സ്ക്വയർ.
ദാറ്റ് ഈസ് റൊട്ടേഷൻ കൈനറ്റിക് എനർജി E ഈക്വൽ ടു ഹാഫ് I omega സ്ക്വയർ. ഓക്കെ, E ഈക്വൽ ടു ഹാഫ് I omega സ്ക്വയർ. I ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഒമേഗ ഈസ് ദ ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, then next one, kinetic energy of a disk rolling on a horizontal surface. ഹൊറിസോണ്ടൽ സർഫസിലൂടെ റോൾ ചെയ്ത് പോകുന്ന ഒരു ഡിസ്കിൻ്റെ കൈനറ്റിക് എനർജി. അപ്പോൾ പിക്ചർ ശ്രദ്ധിക്കുക. ഒരു ഡിസ്ക് R റേഡിയസും M മാസുള്ള ഒരു ഡിസ്ക് ഹൊറിസോണ്ടലായിട്ട് റോൾ ചെയ്ത് പോവുകയാണ്, ഹൊറിസോണ്ടൽ സർഫസിലൂടെ ഉരുണ്ട് പോവുകയാണ്. അപ്പോൾ എന്താണ്, അത് റോൾ ചെയ്യുമ്പോൾ അത് തിരിയുന്നതിൻ്റെ കൂടെ മുന്നോട്ടും പോകും. അപ്പോൾ ഇവിടെ റൊട്ടേഷണൽ മോഷനും ഉണ്ടാവും, ലീനിയർ മോഷനും ഉണ്ടാവും. അപ്പോൾ കൈനറ്റിക് എനർജിയും രണ്ടെണ്ണം ഉണ്ടാവും. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും, ലീനിയർ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ റോളിംഗ് ഡിസ്കിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് ലീനിയർ കൈനറ്റിക് എനർജി ആയിരിക്കും. അതാണ് അതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി. Then consider a disk of radius R and mass M. The rolling disk has rotational and linear kinetic energy. Rolling diskന് rotational kinetic energy ഉണ്ടായിരിക്കും, linear kinetic energy ഉണ്ടായിരിക്കും. rotational kinetic energy കാണാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചു. ഹാഫ് I omega സ്ക്വയർ ആണ്. ഓക്കെ, ലീനിയർ കൈനറ്റിക് എനർജിയോ ഹാഫ് ME സ്ക്വയർ ആണ്. അപ്പോൾ ഹാഫ് ME സ്ക്വയറും ഹാഫ് I omega സ്ക്വയറും കൂട്ടാൻ പറ്റില്ല, കാരണം രണ്ട് ടേമിലാണ്. അപ്പോൾ ഹാഫ് I omega സ്ക്വയറിനെ നമ്മൾ ME സ്ക്വയർ എന്നുള്ള ടേമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ്. ഡിസ്കിൻ്റെ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹെഡിങ് എഴുതിയിട്ട് അതിൽ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് കിട്ടിയൊരു ഇക്വേഷൻ ഉണ്ട്, I ഈക്വൽ ടു ഹാഫ് MR സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഹാഫ് I omega സ്ക്വയറിൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് MR സ്ക്വയർ എന്ന് എഴുതാം, കാരണം ഡിസ്കിൻ്റെ കേസ് ആയതുകൊണ്ട്. ദെൻ V ഈക്വൽ ടു R omega, സൈഡിലുള്ള ഇക്വേഷൻ നോക്കുക. V ഈക്വൽ ടു R omega നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചാണ്, ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ. അതൊന്ന് ഒമേഗ ഈക്വൽ ടു എന്തെഴുതാം, V/R. അപ്പോൾ ഈ ഹാഫ് I omega സ്ക്വയറിൽ ഐക്ക് പകരം ഹാഫ് MR സ്ക്വയർ എന്നും ഒമേഗയ്ക്ക് പകരം V/R എന്നും കൊടുക്കുക. അപ്പോൾ റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു I എന്നുള്ള ടേമിന് വീണ്ടും ഒരു ഹാഫ് MR സ്ക്വയർ ഇൻറ്റു V സ്ക്വയർ ബൈ R സ്ക്വയർ. അപ്പോൾ R സ്ക്വയറും ബൈ R സ്ക്വയറും അവിടെ ഉണ്ടല്ലേ. അപ്പോൾ R സ്ക്വയറും പോയി 1/2 ഇൻറ്റു 1/2 എന്താവും, 1/4. ദെൻ M V സ്ക്വയർ. ഓക്കെ, അപ്പോൾ V സ്ക്വയർ ബൈ R സ്ക്വയർ എങ്ങനെ വരുന്നത്, ഒമേഗ സ്ക്വയർ എന്നുണ്ട്, അപ്പോഴാണ് V സ്ക്വയർ ബൈ R സ്ക്വയർ എന്ന് വരുന്നത്. അപ്പോൾ R സ്ക്വയറും പോയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ME സ്ക്വയർ. ഇപ്പോൾ റൊട്ടേഷൻ കൈനറ്റിക് എനർജീനെ നമ്മൾ മാറ്റി എഴുതി, എന്തായി, 1/4 ME സ്ക്വയർ എന്നായി. ഓക്കെ, ദെൻ ലീനിയർ കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് ME സ്ക്വയർ ആണ്. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ഈ രണ്ടും കൂട്ടുക, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് ലീനിയർ കൈനറ്റിക് എനർജി. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് 1/4 ME സ്ക്വയർ പ്ലസ് ഹാഫ് ME സ്ക്വയർ. 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്, 1/2 പറഞ്ഞാലോ അര. കാലും അരയും കൂട്ടി എത്ര ഉണ്ടാവും, മുക്കാലുണ്ടാവും അല്ലേ. അപ്പോൾ 1/4 ME സ്ക്വയർ പ്ലസ് ഹാഫ് ME സ്ക്വയർ എന്ത് വരും, 3/4 ME സ്ക്വയർ. That is the total kinetic energy of a disk rolling on a horizontal surface is 3/4 ME square. Okay. Then next ഒരു പ്രോബ്ലം ആണ്, ശ്രദ്ധിക്കുക. A disk of mass 10 kg and radius 20 cm is rotating about its axis with an angular velocity 100 pi rad per second. What is the magnitude of the angular momentum? അപ്പോൾ നമുക്ക് കാണേണ്ടത് ആംഗുലാർ മൊമെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കുക. എ ഡിസ്ക് ഓഫ് മാസ് തന്നിട്ടുണ്ട് 10 kg ആൻഡ് റേഡിയസ് 20 cm. റേഡിയസ് എത്ര, 20 cm ആണ്. ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി, അതായത് ഒമേഗ തന്നിട്ടുണ്ട് 100 pi rad per second ആണ്. അപ്പോൾ 100 pi എന്നുള്ളതും ആംഗുലാർ വെലോസിറ്റിയാണ്.
വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം കാണാം. ദെൻ എം ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം, ആർ ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 20 സെൻറ്റിമീറ്ററിൽ കാണാൻ പറ്റില്ല. അപ്പോൾ 20 മീറ്റർക്ക് മാറ്റണം. അപ്പോൾ 20 ഇൻറ്റു 10⁻⁻² മീറ്റർ. ദെൻ ഒമേഗ ഈക്വൽ ടു 100 പൈ റാഡ് പെർ സെക്കൻഡ്. അപ്പോൾ പൈ കൊണ്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഓക്കെ, ലാസ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കാണേണ്ടത് എല്ലാണ്. ദെൻ എൽ ഈക്വൽ ടു എന്താണ്? ഐ ഒമേഗയാണ്. അപ്പോൾ ഇത് ഡിസ്കിൻ്റെ കേസിലാണ് അല്ലേ. അപ്പോൾ ഐ എങ്ങനെ കാണാം? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ കാണാനുള്ള ഇക്വേഷനാണ് ½ mr². ദെൻ ഹാഫ് ഇൻറ്റു എമ്മിന് പകരം 10 മാസ് ഇൻറ്റു r², that is 20 into 10⁻⁻² whole square, that's equal to 0.2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ യൂണിറ്റ് ആണ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓക്കെ, ദെൻ എൽ ഈസ് ഈക്വൽ ടു 0.2 ഇൻറ്റു 100 ഇൻറ്റു പൈ. കാരണം എൽ ഈക്വൽ ടു എന്താണ്? ഐ ഒമേഗ. ഐ കിട്ടി, ഒമേഗയ്ക്ക് 100 പൈ എന്ന് കൊടുക്കാം. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു 62.8 ജൂൾ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്ക് ആണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ ഇക്വേഷൻ. ദെൻ റേഡിയസ് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിന് എന്തൊക്കെ കൺവേർട്ട് ചെയ്യണം? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 10⁻⁻² മീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എ സർക്കുലർ ഡിസ്ക് ഓഫ് മാസ് 40 gram റോൾസ് അലോങ് ദ ഗ്രൗണ്ട് വിത്ത് എ വെലോസിറ്റി 0.4 meter per second. Calculates its total kinetic energy. ടോട്ടൽ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, 3/4 mv². അപ്പോൾ ഡിസ്ക് ആണ്. ഓക്കെ, ദെൻ റോൾസ് അലോങ് ദ ഗ്രൗണ്ട് വിത്ത് എ വെലോസിറ്റി എത്രയാണ്? 0.4 meter. കാൽക്കുലേറ്റ് ടോട്ടൽ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 3/4 mv². എം എന്ന് പറഞ്ഞാൽ 40 gram. അപ്പോൾ 40 ഇൻറ്റു ഗ്രാമിനെ എന്തൊക്കെ കൺവേർട്ട് ചെയ്യണം? കിലോഗ്രാമിക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 40 ഇൻറ്റു 10⁻³ കിലോഗ്രാം. ദെൻ വെലോസിറ്റി തന്നിട്ടുണ്ട് 0.4 meter per second. ദെൻ ടോട്ടൽ കൈനറ്റിക് എനർജി 3/4 ഇൻറ്റു 40 ഇൻറ്റു 10⁻³ ഇൻറ്റു 0.4. ദാറ്റ്സ് ഈക്വൽ ടു 4.8 ഇൻറ്റു 10⁻³ ജൂൾ. കൈനറ്റിക് എനർജി ആയതുകൊണ്ട് യൂണിറ്റ് ജൂൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയി കാണുന്നില്ല. കാരണം റോളിംഗ് ഡിസ്കിന് എന്തൊക്കെ ഉണ്ട്? ലീനിയർ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും, റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ വേറെ കാണാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി. നിങ്ങളോട് ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/4 mv² എന്നുള്ള ഇക്വേഷൻ അല്ല, 1/4 mv² എന്നുള്ള ഇക്വേഷനാണ്. ഓക്കെ, ദെൻ അതായത് എന്ത് കാണാനാണ്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ലീനിയർ ചോദിക്കാൻ സാധ്യത കുറവാണ്, പക്ഷേ ചിലപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ് റോളിംഗ് ഡിസ്കിൻ്റെ കാണാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്താണ്? മാസും വെലോസിറ്റിയാണ് തന്നിട്ടുള്ളതെങ്കിൽ എന്താണ് ഇക്വേഷൻ? 1/4 mv². ഓക്കെ, then next one, the rotor of a motor has a moment of inertia 15 kilogram meter square. Calculate the torque required to increase its speed of rotation from 360 rpm to 600 rpm in 4 seconds. Okay, ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. ദ റോട്ടർ ഓഫ് എ മോട്ടോർ ആസ് എ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ തന്നിട്ടുണ്ട് 15 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. കാൽക്കുലേറ്റ് ദ ടോർക്കാണ് കാണേണ്ടത്. ടു ഇൻക്രീസ് ഇറ്റ് സ്പീഡ് ഓഫ് റൊട്ടേഷൻ 360 rpm, അതായത് മിനിറ്റിൽ 360 പ്രാവശ്യം തിരിയുന്ന ആ റോട്ടറിൻ്റെ സ്പീഡ് എന്താക്കണം? 600 rpm, മിനിറ്റിൽ 600 പ്രാവശ്യം തിരിയണം. അങ്ങനെ ആക്കണം. എത്ര സെക്കൻഡ് കൊണ്ട്? 4 സെക്കൻഡ് കൊണ്ടാണ് ആ മാറ്റം വരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനാവശ്യമായ ടോർക്ക് കാണണം. അപ്പോൾ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ടോ ഈക്വൽ ടു ഐ ആൽഫ എന്നാണ്. അപ്പോൾ ഐ തന്നിട്ടുണ്ട് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 15 കിലോഗ്രാം മീറ്റർ സ്ക്വയർ.
അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഫ്രീക്വൻസിയാണ്, RPM-ലാണെന്നുള്ളൂ. അതിന് RPS-ക്ക് മാറ്റിയാൽ മതി. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന റൊട്ടേഷൻസിൻ്റെ എണ്ണം, അതാണ് ഫ്രീക്വൻസി. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടി നോക്കുക. ടോ ഈക്വൽ ടു ഐ ആൽഫ. അപ്പോൾ ഐ എന്താണെന്ന് അറിയണം അല്ലേ? ഐ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ആൽഫ എങ്ങനെ കാണേണ്ടതെന്ന് അറിയണം. അപ്പോൾ ആൽഫ എങ്ങനെ കാണാം? ω2 മൈനസ് ω1/T ആണ്. അപ്പോൾ T ടൈം തന്നിട്ടുണ്ട്. ω1ഉം ω2ഉം അറിയണം. അപ്പോൾ ഇവിടെ തന്നത് ω1ഉം ω2 അല്ല, എന്താണ്? ഫ്രീക്വൻസീസാണ്. അപ്പോൾ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ ഒമേഗ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ω ഈക്വൽ ടു 2πf എന്നാണ്. അപ്പോൾ ω1 എങ്ങനെ കാണാം? 2πf1. ഓക്കെ, ω2 ഈക്വൽ ടു 2πf2. അപ്പോൾ ഫ്രീക്വൻസി കണ്ടേക്കണം. അപ്പോൾ RPM-ലായതുകൊണ്ട് അതിന് RPS സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ 360 പ്രാവശ്യം ഒരു മിനിറ്റിലാണ് തിരിയുന്നതെങ്കിൽ ഒരു സെക്കൻഡിൽ എന്താ വരിക? 360/60, ദാറ്റ് ഈസ് 6 RPS, ദാറ്റ് ഈസ് F1 ഫ്രീക്വൻസി, ഫസ്റ്റ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി F1 കിട്ടിക്കഴിഞ്ഞാൽ ω1 കാണാം. ω 2πf ആണ്. അപ്പോൾ ω1 ഈക്വൽ ടു 2πf1, ദാറ്റ്സ് ഈക്വൽ ടു 2π ഇൻറ്റു 6, ദാറ്റ്സ് 12π. അപ്പോൾ പൈനെ നമ്മളിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ചെയ്താലും തെറ്റൊന്നുമില്ല. ദെൻ F2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 600 RPM. അപ്പോൾ അതിനെ 60 കൊണ്ട് അരിച്ചിട്ട് എന്ത് ചെയ്യാം? 10 RPS ആക്കുക per സെക്കൻഡിലായി. അപ്പോൾ ω2 2πf2, 2π ഇൻറ്റു 10, ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 20π. ദെൻ ആൽഫ കാണാം. എങ്ങനെ കാണാം? ω2 മൈനസ് ω1/T. Then alpha equal to 20π minus 12π divided by 4, that's equal to 2π. അതായത് 20 12π പോയി കഴിഞ്ഞാൽ 8π എന്നുണ്ടാവും. 8/5/4 എന്നാവും 2π. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇനി 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഈക്വൽ ടു 6.28 rad per second square. ആംഗുലാർ ആക്സിലറേഷൻ്റെ യൂണിറ്റാണ് rad per second square. ദെൻ ടോ ഈക്വൽ ടു ഇക്വേഷൻ എന്താ? ഐ ആൽഫ. ദെൻ ടോ ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു ആൽഫ കിട്ടി 6.28, ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 94.2 ന്യൂട്ടൺ മീറ്റർ. ടോർക്കിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ദ റോട്ടർ ഓഫ് എ മോട്ടോർ ആസ് എ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ 15 kg/m². Calculate the torque required to increase its speed of rotation from 360 RPM to 600 RPM. അപ്പോൾ ഇവിടെ RPM ആണെങ്കിൽ, ഇനി RPS ആണെങ്കിൽ കൺവേർട്ട് ചെയ്യേണ്ട, നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ω1 ω2 2πf എന്നുള്ള ഇക്വേഷൻ വെച്ച് കാണാം. ഓക്കെ, RPM ആണെങ്കിൽ 60 കൊണ്ട് അരിച്ചിട്ട് RPS-ലോട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ ആൽഫ കാണണം, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ തന്നിട്ടുണ്ട്. ദെൻ മൾട്ടിപ്ലൈ ടോ ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, റിലേഷൻ ബിറ്റ്വീൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ആംഗുലാർ മൊമെൻറ്റം തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, L ഈക്വൽ ടു I ഒമേഗയാണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ ഹാഫ് I ω²ആണ്. ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ എന്തെന്നാണ്. അപ്പോൾ L ഈക്വൽ ടു I ഒമേഗ ഇക്വേഷൻ എഴുതി. ഇനി അതിനാണ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? L² ഈക്വൽ ടു I² ω². L² ഈക്വൽ ടു I² ω². ദെൻ ഡിവൈഡഡ് ബൈ 2i. ആ ഇക്വേഷൻ എന്ത് ചെയ്യുക? 2i കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ L² 2i ഈക്വൽ ടു L² ω² 2i. ദെൻ L² 2i ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ മാറ്റില്ല, ഈക്വൽ ടു I² ω² 2i ഉണ്ടല്ലേ. അപ്പോൾ ഒരു i വെട്ടിപ്പോവും. ബൈ 2നെ നമ്മൾ എന്ത് എഴുതി? 1/2. അപ്പോൾ 1/2 I ω² എന്ന് വരും. അതായത് ഹാഫ് I ω². എന്ത്? L² 2i. അപ്പോൾ ഹാഫ് I ω² എന്താണ്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്.
നമ്മൾ പഠിച്ചു. റൊട്ടേഷൻ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷനാണ് എന്ത്, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അപ്പോൾ L²/2I ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് എഴുതാം, ഹാഫ് ഐ ഒമേഗ സ്ക്വയറിന് പകരം. അപ്പോൾ ദാറ്റ് ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് എഴുതി, ഇ. അപ്പോൾ ഈ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഇ ഈക്വൽ ടു എന്ത് വരും, L²/2I. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി നോക്കുക, L=I ഒമേഗ, രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, 2I കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ L²/2I ഈക്വൽ ടു നമുക്ക് എന്ത് കാണാം, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ദെർഫോർ E ഈക്വൽ ടു L²/2I. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം നോക്കുന്നത് ടോർക്കാണ്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോ ഈക്വൽ ടു I ആൽഫ. ഇപ്പോൾ നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ചാലും മതി. ടോ ഈക്വൽ ടു I ആൽഫ. I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ, യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ദെൻ ആംഗുലാർ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷൻ മോഷനിലുള്ളതാണ് ആംഗുലാർ മൊമെൻറ്റം. ദാറ്റ്സ് L=I ഒമേഗ. I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി. ഇനി ഇവ തമ്മിലുള്ള റിലേഷനാണ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ദെൻ ടോ ഈക്വൽ ടു എന്താണ്, I ആൽഫ എന്ന് നമ്മൾ പഠിച്ചു. അതിൽ ആൽഫയ്ക്ക് എന്ത് കൊടുക്കുക, നമ്മൾ ആദ്യം പഠിച്ച ω2 - ω1/t. ദെൻ ടോ ഈക്വൽ ടു I ഇൻറ്റു ω2 - ω1/t. I ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ടോ ഈക്വൽ ടു I ω2 - I ω1/t. ദെൻ I ഒമേഗ പറഞ്ഞാൽ എന്താ, L. അപ്പോൾ I ω2 L2 എന്ന് കൊടുക്കുക. അപ്പോൾ ടോ ഈക്വൽ ടു L2 - L1 ഡിവൈഡഡ് ബൈ T. ദാറ്റ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈക്വൽ ടു ടോർക്ക്. നെക്സ്റ്റ് വൺ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ലീനിയർ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണെങ്കിൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷനാണ് ഹാഫ് I ഒമേഗ സ്ക്വയർ. I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, കൈനറ്റിക് എനർജി ഓഫ് എ ഡിസ്ക് റോളിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ് ചോദിക്കാറുണ്ട്. അപ്പോൾ റോളിംഗ് ഡിസ്കിന് എന്തുണ്ട്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, ലീനിയർ കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ M മാസും R റേഡിയസുമുള്ള ഒരു ഡിസ്ക് നമ്മൾ കൺസിഡർ ചെയ്തു. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഹാഫ് I ഒമേഗ സ്ക്വയർ ആണ്. അതിൽ I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് ആണ്. അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. I ഈക്വൽ ടു ഹാഫ് mr² എന്നാണ്. ഓക്കെ. അപ്പോൾ ദെൻ ഒമേഗ ഈക്വൽ ടു V ഈക്വൽ ടു R ഒമേഗ നമ്മൾ ആദ്യം പഠിച്ചതാണ്. അതിന് ഒമേഗ ഈക്വൽ ടു എന്തെഴുതാം, V/R. അപ്പോൾ റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു വീണ്ടും മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ ഒരു ഹാഫും കൂടിയും mr² ഇൻറ്റു V²/R². അതായത് ഒമേഗ സ്ക്വയർ എന്നുണ്ട്. അപ്പോൾ ഒമേഗ പറഞ്ഞാൽ V/R ആണ്. അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ V²/R². ദാറ്റ്സ് ഈക്വൽ ടു 1/4 mv². ദെൻ ലീനിയർ കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് mv². അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി 1/4 mv² പ്ലസ് 1/2 mv². ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 mv². ഓക്കെ. കാലും ആരെയും കൂട്ടുന്ന ആലോചിച്ചാൽ മതി. മുക്കാൽ 3/4 mv². പിന്നെ നമ്മൾ പ്രോബ്ലം ആണ് നോക്കിയത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ അതിന് മീറ്ററിക്ക് മാറ്റണം. സെൻറ്റിമീറ്ററിനെ മീറ്ററിക്ക് മാറ്റുമ്പോൾ 10⁻². ദെൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആംഗുലാർ മൊമെൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ L ഈക്വൽ ടു I ഒമേഗ ആണ്. അപ്പോൾ I തന്നിട്ടുണ്ടോ നോക്കണം. അപ്പോൾ I തന്നിട്ടില്ല. അപ്പോൾ I കാണാൻ ഡിസ്ക് ആയതുകൊണ്ട് എന്താണ്, ഹാഫ് mr² ആണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണുക. ദെൻ ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നേരെ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആംഗുലാർ മൊമെൻ്റത്തിൻ്റെ യൂണിറ്റാണ് ജൂൾസ് സെക്കൻഡാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, എ സർക്കുലർ ഡിസ്ക് ഓഫ് മാസ് 40 ഗ്രാം. അപ്പോൾ 40 ഗ്രാമാണ്. കിലോഗ്രാമിക്ക് മാറ്റുമ്പോൾ 10⁻³ കിലോഗ്രാം. നിങ്ങളോട് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ള ടോട്ടൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ 3/4 mv². ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1/4 mv² എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ, ദ റോട്ടർ ഓഫ് എ മോട്ടർ ആസ് എ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ തന്നിട്ടുണ്ട്. ടോർക്കാണ് കാണേണ്ടത്, I ആൽഫയാണ്. അപ്പോൾ I പിന്നെ ഇനി നോക്കണ്ട, I തന്നിട്ട് ആൽഫ എങ്ങനെ കാണുന്നതാണ്.
അപ്പോൾ പെട്ടെന്ന് 600 മൈനസ് 360/4 എന്ന് എഴുതരുത്. 600 എന്ന് പറഞ്ഞാൽ RPMലാണ്, അതിന് RPSക്ക് മാറ്റണം. അപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഫ്രീക്വൻസി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതിനെന്തൊക്കെ മാറ്റണം? ആംഗുലാർ വെലോസിറ്റീൻ്റെ ടേമിക്ക്, ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു 2πf1 ω2 ഈക്വൽ ടു 2πf2 വെച്ചിട്ടും ചെയ്യണം. എന്നിട്ടാണ് ആൽഫ ഈക്വൽ ടു ω2 മൈനസ് ω1/Tയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ആൽഫ ഈക്വൽ ടു 6.28 rad/s². ദെൻ ടോ ഈക്വൽ ടു I ആൽഫ. ദെൻ 15 × 6.28 94.2. ഓക്കെ, അത്രയും ന്യൂട്ടൺ മീറ്റർ. Then next one, relation between rotational kinetic energy and angular momentum. അപ്പോൾ L ഈക്വൽ ടു നമ്മൾ പഠിച്ചു, L ഈക്വൽ ടു I ഒമേഗയാണ്. അവിടെ എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. അപ്പോൾ L² ഈക്വൽ ടു I² ω². ഞാൻ ഡിവൈഡഡ് ബൈ 2I, 2I കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ L²/2I എന്ന് വരും. ദെൻ I² ω²/2I. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിനൊന്നും ചെയ്യുന്നില്ല. I² ω²/2I എന്ത് പോയി? ഐയും പോയി. അതായത് I² ഒരു ഐയും താഴെയുള്ള ഒരു ഐയും. ദെൻ 1/2I ω². ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു, എന്ന് വരാൻ കാരണം ½ I ω² എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ½ I ω²ന് പകരം നമ്മൾ ഇനി എന്ത് എഴുതാം? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി E. ദാറ്റ്സ് ഈക്വൽ ടു L²/2I. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂഷനാണ്. ടോർക്ക്, ആംഗുലാർ മൊമെൻറ്റം, പിന്നെ അവ തമ്മിലുള്ള റിലേഷൻ, ദെൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, അതും ആംഗുലാർ മൊമെൻറ്റം തമ്മിലുള്ള റിലേഷൻ, ദെൻ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ഡിസ്കും. ഓക്കെ, അപ്പോൾ ഒരു തിയറി പറഞ്ഞാൽ അടുത്തതിൻ്റെ ഇങ്ങനെ മനസ്സിലായി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ ആദ്യം മുതലേ നോക്കേണ്ടി വരും. ഓക്കെ, ടോർക്ക്, ആംഗുലാർ മൊമെൻറ്റം, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, റോളിംഗ് ഡിസ്ക്. ഓക്കെ, then okay, thank you.